ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും, തെരഞ്ഞെടുക്കുന്ന ഓരോ കാര്യവും ശരിക്കും നിങ്ങളുടേത് തന്നെയാണോ? അതോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ തലച്ചോറിനുള്ളിലൊരു രഹസ്യ ശക്തിയാണോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? അതെ, അതാണ് അബോധമനസ്സ്. നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്തുന്ന ഈ കാണാപ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. വെറുതെ തിയറി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് നേരിട്ട് അനുഭവിച്ചറിയുന്നതല്ലേ? നമുക്ക് ചെറിയൊരു മൈൻഡ് ഗെയിമിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിലൂടെ നിങ്ങളുടെ അബോധമനസ്സ് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ പിടികിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. നിങ്ങൾ നല്ല അടിപൊളി ഒരു ഹോട്ടൽ റൂം കാണുന്നു. ഒരു ചോദ്യം മാത്രം: ഇതിന്റെ ഒരു ദിവസത്തെ വാടക $5500 കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? യെസ് ഓർ നോ? ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊരു വില, അതിന്റെ യഥാർത്ഥ വില എത്രയായിരിക്കുമെന്ന് പെട്ടെന്നൊന്ന് ഗസ് ചെയ്തേ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു സിനാരിയോ നോക്കാം. അതേ ഹോട്ടൽ റൂം തന്നെ, പക്ഷെ ചോദ്യം ഇതാണ്: ഇതിന്റെ വാടക $55 കൂടുതലാണോ കുറവാണോ? ഓക്കെ, ഇനി വീണ്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു വില ഗസ് ചെയ്യൂ. ഈ രണ്ടുത്തരങ്ങളും ഓർത്തുവെച്ചോളൂട്ടോ. ഇതിന്റെയൊക്കെ പിന്നിലെ കളി എന്താണെന്ന് നമ്മൾ വഴിയെ കാണും. അപ്പോൾ ആ ഗെയിമിന്റെ രഹസ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം ക്ലിയർ ചെയ്യണം. ഈ അബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഒരുപക്ഷെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ട പോലെയുള്ള ഒരു സംഭവമേ അല്ല ഇത്. അതായത്, നമ്മളിവിടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച രഹസ്യ ആഗ്രഹങ്ങളെക്കുറിച്ചോ പേടികളെക്കുറിച്ചോ ഒന്നുമല്ല സംസാരിക്കുന്നത്. അല്ല, ആധുനിക ശാസ്ത്രം പറയുന്ന അബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഒരു ഓട്ടോ പൈലറ്റ് മോഡ് പോലെയാണ്. അതായത്, നമ്മൾ അറിയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന ലക്ഷക്കണക്കിന് കാര്യങ്ങൾ. അതിന് നമ്മുടെ ബോധപൂർവമായൊരു നിയന്ത്രണവും ആവശ്യമില്ല. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോകത്തെ കാണുന്നതും കേൾക്കുന്നതുമൊന്നും ഒരു ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത് പോലെയല്ല. അല്ല, നമ്മുടെ തലച്ചോറ് ഒരു ക്രിയേറ്റീവ് ഡയറക്ടറെ പോലെയാണ്. കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നമ്മുടെ പഴയ ഓർമ്മകളും പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഒക്കെ ചേർത്ത് ഒരു കഥയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കാണുന്ന ലോകം യഥാർത്ഥ ലോകമല്ല, നമ്മുടെ തലച്ചോറ് നമുക്കുവേണ്ടി നിർമ്മിച്ചു തരുന്ന ഒരു വേർഷനാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണം നോക്കാം. ഈ ഫോട്ടോ പ്രശസ്തമായ ചെക്കർ ബോർഡ് ഇല്യൂഷനാണിത്. ഇവിടെ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയ രണ്ട് കളികളുണ്ടല്ലോ. ഒറ്റനോട്ടത്തിൽ എ എന്ന കളി ബിയേക്കാൾ നല്ല ഇരുണ്ട നിറത്തിലല്ലേ കാണുന്നത്? ഉറപ്പല്ലേ? അപ്പോ ചോദ്യം ഇതാണ്: ശരിക്കും ഈ എയും ബിയും രണ്ട് വ്യത്യസ്ത നിറങ്ങളാണോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് കളികളും ഒരേ നിറമാണ്. അതെ, ഒരേ ഷെയ്ഡ് ഓഫ് ഗ്രേ. ഞെട്ടിയല്ലേ? ഇവിടെയാണ് നമ്മുടെ തലച്ചോറിന്റെ കളി. ആ പച്ച സിലിണ്ടറിന്റെ നിഴൽ അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ തലച്ചോറ് ഓട്ടോമാറ്റിക്കായി എ എന്ന കളിയുടെ നിറം മാറ്റി നമുക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ബോധപൂർവം വിചാരിച്ചാലും അവ രണ്ടും ഒരേ നിറമായി കാണാൻ പറ്റില്ല. കാരണം ഈ പണി ചെയ്യുന്നത് നിങ്ങളുടെ അബോധ മനസ്സാണ്. അതിന്റെ കൺട്രോൾ നിങ്ങൾക്ക് കിട്ടില്ല. ഇതേ കളി കാഴ്ചയിൽ മാത്രമല്ല, കേൾവിയിലും നടക്കും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു പാട്ട് നമ്മൾ പിന്നോട്ട് പ്ലേ ചെയ്താൽ എങ്ങനെയിരിക്കും? ഒന്നാമത്തെ സ്റ്റെപ്പ് പോലെ അതൊരു അർത്ഥവുമില്ലാത്ത ശബ്ദമായിട്ടേ തോന്നൂ, ശരിയല്ലേ? പക്ഷേ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കൂ. അതേ ഓഡിയോ വീണ്ടും കേൾക്കുന്നതിനോടൊപ്പം സ്ക്രീനിൽ കുറച്ച് വരികൾ കാണിക്കുന്നു. ആ വരികൾ വായിച്ചുകൊണ്ട് നിങ്ങൾ ആ ഓഡിയോ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? മൂന്നാമത്തെ സ്റ്റെപ്പ്. അത്ഭുതം പോലെ ആ ബഹളത്തിനിടയിൽ നിന്ന് ആ വാക്കുകൾ നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ തുടങ്ങും. ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ അത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ആ വരികളില്ലാതെ ആ പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. തലച്ചോർ ആ പാറ്റേൺ അവിടെ ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണുകളെയും ചെവികളെയും വരെ നമ്മുടെ അബോധ മനസ്സെങ്ങനെ സ്വാധീനിക്കുമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റു മനുഷ്യരെ നമ്മൾ വിലയിരുത്തുന്നതിലും നമ്മുടെ സാമൂഹികമായ തീരുമാനങ്ങളിലും ഇതിന്റെ സ്വാധീനം എത്ര വലുതായിരിക്കും. രാഷ്ട്രീയത്തിൽ വരെ ഇത് കളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിനായി നടത്തിയൊരു പഠനം ശ്രദ്ധിക്കാം. കുറേ ആളുകളോട് 2 സ്ഥാനാർത്ഥികളുടെ ഫ്ലെയർ നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞു. രണ്ടുപേരുടെയും യോഗ്യതകളും അവർ പറയുന്ന കാര്യങ്ങളുമൊക്കെ സെയിമായിരുന്നു. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം മാത്രം. അവരുടെ ഫോട്ടോകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഒരാളെ കാണാൻ കുറച്ചുകൂടി കഴിവുള്ളവനായി അല്ലെങ്കിൽ കോമ്പിറ്റന്റായി തോന്നിപ്പിച്ചു. ഇനി ഫലം കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഈ ബാർ ചാർട്ട് നോക്കൂ. ഫോട്ടോയിൽ വരുത്തിയ ആ ഒരു ചെറിയ മാറ്റം തിരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാക്കിയത് 14% ഭീമമായ വ്യത്യാസമാണ്. ഏറ്റവും രസമെന്താണെന്ന് വെച്ചാൽ, വോട്ട് ചെയ്ത ആളുകളോട് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഞങ്ങൾ അവരുടെ യോഗ്യതയും നയങ്ങളുമൊക്കെ നോക്കിയാണ് വോട്ട് ചെയ്തതെന്നാണ്. പക്ഷെ സത്യത്തിൽ അവർ പോലും അറിയാതെ അവരുടെ അബോധ മനസ്സ് ആ കഴിവുറ്റ മുഖത്തിനു മുന്നിൽ വീണുപോയിരുന്നു. ഈയൊരു സ്വാധീനം എത്രത്തോളം ശക്തമാണെന്നറിയണോ? പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ യഥാർത്ഥ അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളുടെ ഫലം 70% വരെ കൃത്യതയോടെ പ്രവചിച്ചു.
എങ്ങനെയാണെന്നല്ലേ? സ്ഥാനാർത്ഥികളുടെ നയങ്ങളോ പ്രസംഗങ്ങളോ ഒന്നും പഠിച്ചിട്ടല്ല. അല്ല, പകരം യാതൊരു രാഷ്ട്രീയ വിവരവുമില്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകൾ കാണിച്ചിട്ട് ഇതിലാരെയാണ് കാണാൻ കൂടുതൽ കഴിവുള്ളതായി തോന്നുന്നത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട്. അവിശ്വസനീയമല്ലേ? ഇനി മറ്റൊരു പരീക്ഷണം നോക്കാം. ഇത് കുറച്ചുകൂടി സൂക്ഷ്മമാണ്. ഒരു നടൻ അപരിചിതരായ സ്ത്രീകളോട് അവരുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു. സാധാരണയായി 10% പേർ നമ്പർ കൊടുക്കാൻ തയ്യാറായി, അതായത് 10-1. എന്നാൽ പിന്നീട് അയാൾ ചെറിയൊരു മാറ്റം വരുത്തി. സംസാരിക്കുന്നതിനിടയിൽ കയ്യിൽ വളരെ ചെറുതായി ഒരു സെക്കൻഡ് മാത്രം ഒന്ന് തൊട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നോ? ഈ ഡോണറ്റ് ചാർട്ട് നോക്കൂ. നമ്പർ കിട്ടാനുള്ള സാധ്യത നേരെ ഇരട്ടിയായി, 20% ഉയർന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേപോലെ ചെറിയൊരു സ്പർശനം കൊണ്ട് വെയിറ്റർമാർക്ക് കിട്ടുന്ന ടിപ്പ് 30% വരെ കൂട്ടാൻ പറ്റുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്പർശിക്കപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും അത് ഓർമ്മ പോലുമില്ലായിരുന്നു. ഇനി അഥവാ ഓർത്തവർ തന്നെ ആ സ്പർശനം തങ്ങളുടെ തീരുമാനത്തെ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. വീണ്ടും അബോധമനസ്സിന്റെ കഴി. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് നമ്മൾ തുടങ്ങിയ ആ മൈൻഡ് ഗെയിമിലേക്ക് തിരിച്ചുപോകാം. ആ ഹോട്ടൽ റൂമിന്റെ വില നിങ്ങൾ ഊഹിച്ചില്ലേ? അതിന്റെ പിന്നിലെ രഹസ്യമെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതാ ആ പരീക്ഷണത്തിന്റെ ഫലം. ആദ്യത്തെ ഗ്രൂപ്പ്, അതായത് $5500 എന്ന വലിയ സംഖ്യ കേട്ടവർ, ആ റൂമിന് ഊഹിച്ച ശരാശരി വില $1857 ആണ്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പോ, $55 എന്ന ചെറിയ സംഖ്യ കേട്ടവർ ഊഹിച്ച ശരാശരി വില വെറും $131. ഒന്നാലോചിച്ചു നോക്കൂ, രണ്ടു കൂട്ടരും കണ്ടത് ഒരേ ഹോട്ടൽ റൂമാണ്. ഒരു വിവരവും മാറിയിട്ടില്ല. മാറിയത് ഒരേ ഒരു കാര്യം മാത്രം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ അപ്രസക്തമായ ഒരു സംഖ്യ. നിങ്ങളുടെ ചിന്തയെ അത് പിടിച്ചു വലിച്ചു. സൈക്കോളജിയിൽ ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ആങ്കറിംഗ്. അതായത് നമ്മൾ ആദ്യം കേൾക്കുന്നൊരു വിവരം അതെത്ര അപ്രസക്തമാണെങ്കിൽ പോലും ഒരു കപ്പലിന്റെ നങ്കൂരം പോലെ നമ്മുടെ ചിന്തയെ അവിടെ പിടിച്ചു നിർത്തും. അതിനുശേഷമുള്ള നമ്മുടെ തീരുമാനങ്ങളെല്ലാം ആ ആങ്കറിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. കടകളിൽ വിലപേശുമ്പോഴും വലിയ ഡിസ്കൗണ്ട് ഓഫറുകൾ കാണുമ്പോഴുമെല്ലാം നമ്മൾ പോലും അറിയാതെ ഈ ആങ്കറിങ്ങിന് ഇരയാകാറുണ്ട്. പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് കാൾ യുങ്ങിന്റെ ഒരു വാചകത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ അബോധപരമായ കാര്യങ്ങൾ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവയാണ് നമ്മുടെ ബോധപൂർവമായ ചിന്തകളുടെ അദൃശ്യമായ വേരുകൾ എന്നാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ഒന്നോർക്കുക, ശരിക്കും ആ തീരുമാനമെടുക്കുന്നത് നിങ്ങൾ തന്നെയാണോ, അതോ നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ആ രഹസ്യ കൺട്രോളറാണോ? ഈ വിശകലനം നിങ്ങളുടെ മനസ്സിന്റെ ഈ കാണാപ്പുറങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു.